പൊന്നിന്റെ ബോളെന്തിയേ? അമ്മച്ചിയുടെ മുറ്റിന്റെ ബോളെന്തിയേ? എത്തോണ്ട് വന്നേ ചെല്ല്. ആട കിടക്കുന്നു ഉണ്ടോ? എടാ ബിന്ദു ആന്റി പറയുന്നത് നിന്നെ കൊണ്ട് ഞാൻ ബോൾ എടുപ്പിക്കുന്നില്ലെന്നാ. ചെന്നെടുത്തോണ്ട് വാടാ. ചെല്ലു പൊന്നു. അമ്മച്ചിയുടെ മുറ്റല്ലേ, അമ്മച്ചിയുടെ ചുണ്ടരനല്ലേ, ഒന്ന് എടുത്തോണ്ട് വരാവാ. ആ കിടക്കന്നെ ചുണ്ടുരു. എടാ ആ കിടക്കന്നെ കപ്പ എത്തോണ്ട് വന്നേ. ചെല്ല് ചെല്ല്. എടാ കൊങ്ങച്ചാ, നിന്നോട് ഞാൻ അത് എത്തോണ്ട് വരാനാ പറഞ്ഞത്. എന്നത് മനസ്സിലെന്താണോ പറയുന്നേ? എടാ നിന്റെ ബോളും കപ്പും ഒക്കെ എടുത്തോണ്ട് വരാൻ കളിക്കാൻ ഉണ്ടോ? ഇപ്പൊ കണ്ട ബിന്ദു ആന്റി കണ്ട ഇവനോട് പറഞ്ഞിട്ട് ഇവൻ അനുസരിച്ചുണ്ടോ നോക്കിച്ച്. ഇവൻ ഈ കരച്ചില്ലല്ലേ ഇവൻ. കേട്ടോ, അല്ലക്കൂട്ടിനോട് ഞാൻ ബോൾ എടുത്തോണ്ട് വാടാ, കപ്പ എടുത്തോണ്ട് വാടാന്നൊക്കെ സ്നേഹത്തിലും ദേഷ്യപ്പെട്ടു എല്ലാം പറഞ്ഞു നോക്കി. പക്ഷെ അവനാണ് അതൊന്നും അനുസരിക്കുന്നില്ല. അവൻ ചുമ്മാതെ പൊട്ടന്മാര് നിൽക്കുന്ന പോലെ എന്റെ മുഖത്തിലിട്ട് നോക്കി ചുമ്മാ നിന്ന് കരയുക. അപ്പത്തേക്ക് അത് കഴിഞ്ഞ് ഇവനത്തെ കാത്തുച്ചേച്ചി എടുത്തോണ്ട് വന്ന് അവനെ കളിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ട് അവൻ കട്ടിലിന്റെ കയറി പോയിരിക്കുക. ഇനിത്തെ പാറുച്ചേച്ചി അവനെ വിളിക്കുമ്പോഴത്തേക്കിനതേ അവൻ ഇറങ്ങി വരുന്നുണ്ട്. കണ്ടോ, ഇനിത്തെ ചേച്ചി കളിക്കുന്നതും നോക്കി ഇരിക്കുവാണേ അല്ലുക്കുട്ടനെ. കാത്തുച്ചേച്ചിതേ രാത്രി കുളിയെല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ അഴിച്ചിട്ട് പ്രാന്തിയെ പോലെയൊക്കെ ഇരുന്നാ കേട്ടോ അല്ലുക്കുട്ടനെ കളിപ്പിക്കുന്നത്. ഇത് കാത്തുച്ചേച്ചി എന്നോട് ഞാൻ നിൽക്കുന്ന കണ്ടപ്പോഴാ പറഞ്ഞതേ, ഞാൻ എന്റെ മുടിയൊന്നും കെട്ടാതെ ഇരിക്കുന്ന അമ്മ, ഇതൊന്നും എടുത്ത് വീഡിയോ ഒന്നും ആക്കി ഇട്ടേക്കരുതെന്നൊക്കെ എന്നോട് പറഞ്ഞ്. പക്ഷെ രാവിലെ ഞാൻ നോക്കിയപ്പോ എനിക്കൊരു രസം തോന്നിയത് കൊണ്ട് ഞാനിത് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചതാ. ഇപ്പൊ ചേച്ചി എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടിന് ബോളും കപ്പും ഒക്കെ വേണേ. ഇനി അത് മേടിക്കാനായിട്ട് തുടങ്ങുക. അപ്പൊ ചേച്ചിയാണ് അല്ലിക്കുട്ടിനെ ഏതാണ്ട് മാജിക്ക് കാണിക്കാന്നും പറഞ്ഞ് ഏതാണ്ട് മാജിക്കൊക്കെ കാണിക്കുക. ചേച്ചിയുടെ മാജിക്ക് എന്നാന്ന് വെച്ചാൽ ബോള് നിലത്ത് വെച്ചേച്ച് ഇതേ കപ്പും കൊണ്ട് പൊക്കുമ്പോഴത്തേക്കിന് പിന്നെ ബോളില്ല. കപ്പ് പൊക്കി നോക്കുമ്പോൾ ബോള് കാണുന്നില്ലടാന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അവനിത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അവനിടയ്ക്ക് പാറുവിനിട്ടും നോക്കും, കപ്പിനിട്ടും ബോളിനിട്ടും ഒക്കെ നോക്കുന്നുണ്ട്. അവന് കപ്പ് കളിക്കാൻ വേണം, അല്ലാതെ അവൻ ഈ മാജിക്കും കൊണ്ടുവന്നു അവ കാണുന്നില്ല. ചേച്ചിയാണ് വീണ്ടും വീണ്ടും ഇവരെ ഏതാണ്ട് മാജിക്ക് പഠിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചോണ്ടിരിക്കും. ഇപ്പൊ അല്ലുക്കുട്ടനെക്കാട്ടിലും കുസൃതിയും കളി ഇപ്പം കാത്തു ചേച്ചിക്കാ. ഇവളാണോ കുഞ്ഞാമ? നാക്ക് തരട്ടെ, നാക്ക് തരട്ടെ. അല്ല നാക്കല്ല, മൂക്ക്. ഹിന്ദിയുടെ മൂക്കിന് നാക്കുന്നത് നാട്ടിന്റെ മൂക്കിന് തമിഴ് മൂക്കിന് ചെത്തി. ഇവൻ തമിഴിനാണ് വാങ്കോ വാങ്കോ എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നത്. ഇപ്പൊ നല്ല രസം. കയ്യെ പിടിച്ചു നിന്നോ, കയ്യെ പിടിച്ചെന്തോ മേടിച്ചോ. എന്റെ കൊച്ചിന്റെ ചാരനും കൊക്കടി, എന്റെ കൊച്ചിന്റെ കപ്പ കൊക്കടി. അങ്ങനെ അല്ലുകൂട്ടൻ തേ കപ്പുമായിട്ട് കട്ടിലിടയിലോട്ട് കയറിപ്പോയി കാത്തുചേച്ചി മേടിക്കാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെയാണ് രാത്രിയിലൊക്കെ കാത്തു ചേച്ചിയും പാറു ചേച്ചിയും അല്ലുകൂട്ടനും എല്ലാവരും കൊണ്ടിട്ടുള്ള കളികളൊക്കെ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വോയിസ്. ഞങ്ങള് ഇങ്ങനെ ചുമ്മാ പറയുന്നെല്ലാം കൊഞ്ചിയൊക്കെ പറയും. അതുകൊണ്ടാണ് ആ വോയിസ് എല്ലാം മാറ്റിയിട്ട് പിന്നെ പാട്ടൊക്കെ ഇട്ട് ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടാൽ നിങ്ങൾ ഓർക്കും ഞങ്ങൾക്ക് വട്ടായിരിക്കുമെന്ന്. ഞങ്ങള് പറയുന്നതും അവനെ വിളിക്കുന്ന പേരും ഒക്കെ കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോകും. ഞങ്ങള് അവന് എന്തെല്ലാം പേരുകളാണെന്നറിയാം ഇട്ടിരിക്കുന്ന പേരുകള്. പിന്നെ ബോളും കപ്പും എല്ലാം കിട്ടിയപ്പോ അല്ലുക്കുട്ടനതേ കളിക്കാനായിട്ടുള്ള മൂഡിലാണ്. അതെ അവന്റെ ഓടിയൊക്കെ കളിക്കുവാണ്. അപ്പൊ ഞങ്ങളുടെ വോയിസ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾ വട്ടുപിടിച്ച ആൾക്കാരാണെന്ന്. ഞങ്ങളിങ്ങനെ ഇതിലപ്പുറമായിട്ട് കൊഞ്ചിയൊക്കെയാ അല്ലുക്കുട്ടനോട് വർത്താനം പറയുന്നത്. അല്ലുക്കുട്ടനെ ഞങ്ങൾ വിളിക്കുന്ന പേരുകള്, പാറു ചേച്ചി വിളിക്കുന്നത് പൊന്നിച്ചു എന്ന് വിളിക്കും. കാത്തു ചേച്ചി ആണെങ്കിൽ വിളിക്കുന്നത് ചക്കരക്കുത്താന്ന് വിളിക്കും, കള്ളച്ചാന്ന് വിളിക്കും. അച്ഛയാണെ തക്കുടൂന്ന് വിളിക്കും. പിന്നെ എന്നാ അവൻ ഏതാണെല്ലാം പേരുകൾ വിളിക്കും.
ഞാൻ വിളിക്കാത്ത പേരുകളില്ല. ഞാനാണെ അവനെ ആദ്യം കൊണ്ടുവന്നപ്പോഴൊക്കെ അവനെ സുന്ദരാന്ന് വിളിച്ച്, പിന്നെ ചുണ്ടരാന്ന് വിളിച്ച്, പിന്നെ ചുണ്ടുരൂന്നാക്കി, പിന്നെ ഉണ്ടുരൂന്നാക്കി, അങ്ങനെ കുറെ പേരുകൾ അല്ലിക്കുട്ടില് ഞാൻ വിളിക്കാത്ത പേരുകളില്ല. ലോകത്തിലുള്ള എല്ലാ പേരും വിളിക്കും. പിന്നെ അവൻ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ എടാ കൊങ്ങച്ചാന്നൊക്കെ ഞാൻ വിളിക്കും, കൊരങ്ങച്ചാന്നും അങ്ങനെയൊക്കെ വിളിക്കും. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വട്ടുപിടിച്ച വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ്. ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം.